ബഹുമാനപ്പെട്ട ഷിനോജൻ ഈ പള്ളിയിലെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ചുമതലക്കാരും യുദ്ധമുള്ള നോക്കിന്റെ 40 ദിവസങ്ങൾ കഴിഞ്ഞ് ലാസറിന്റെ ശനിയാഴ്ചയിൽ ധ്യാനം ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയില് വായനയിൽ നമ്മൾ കേട്ടത് പൗലോസ്ലീഹായുടെ ലേഖനം ഒരു പ്രയറാണ്. നമ്മള് വേദപുസ്തകത്തിൽ ധാരാളം പ്രാർത്ഥനകളെ നമുക്ക് കാണും. പ്രത്യേകിച്ച് പൗലോസ്ലീഹ എഴുതുന്ന ലേഖനങ്ങളിൽ അദ്ദേഹം കുറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് എന്ന് വായിച്ചു കേട്ടു. എഫെസ് ലേഖനം ആഴമായ ദൈവശാസ്ത്രം ചർച്ച ചെയ്യുന്ന ലേഖനമാണ്. പക്ഷേ അദ്ദേഹം 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദൈവശാസ്ത്രം എഴുതി പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല, അതിന് ഒരു പരിമിതിയുണ്ട്. ക്രൈസ്തവ സഭയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉപദേഷ്ടാവാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണ് നമ്മൾ പൗലോസ്ലീഹ തന്നെ ചൊല്ലി ദേവം എന്ന് പറഞ്ഞത്. പൗലോസ്ലീഹ പ്രധാനപ്പെട്ട ഡോക്ട്രിൻസ് എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആ പൗലോസ്ലീഹ എഫെസോസിൽ 3 വർഷം താമസിച്ച് അവിടെ ഉള്ളവരെ പഠിപ്പിച്ചത്. പിന്നീട് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് അങ്ങോട്ടൊരു കത്തയക്കുന്നു. 3 വർഷം അവിടെ പേഴ്സണലി പഠിപ്പിച്ചതാണ്. പിന്നീട് എഴുതുമ്പോ അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഒരു പരിധി, ഈ കത്ത് എഴുതുന്ന പൗലോസ്ലീഹയ്ക്ക് അറിയാം ഇതിനൊരു പരിമിതിയുണ്ട്. എഴുതി പഠിപ്പിക്കാൻ പറ്റുന്നത്, പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നതിന്. അപ്പൊ എഴുതി പഠിപ്പിക്കുന്നതിനും പറഞ്ഞു പഠിപ്പിക്കുന്നതിനും അപ്പുറത്ത് മറ്റൊരു തലമുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപ്പാടാണ്, ദൈവത്തിൽ നിന്നുള്ള ഒരു റെവലേഷൻ. അപ്പൊ നമ്മളത് പറഞ്ഞ ഈ മരുഭൂമിയിലൊക്കെ തപസ് ചെയ്യുന്ന പിതാക്കന്മാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഗീതായക്കാർക്കോ തയ്യാറാക്കാർക്കോ അങ്ങനെയല്ല, എല്ലാവർക്കും ദൈവത്തിൽ നിന്നുള്ള ഈ വെളിപ്പാടിന് അർഹതയുണ്ട്. ദൈവം അത് കൊടുക്കും. We all are entitled for such a revelation. അതുകൊണ്ടാണ് അവിടെ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ. ഞാൻ വായിക്കുന്ന 1-ാം അധ്യായം 16-ാം വാക്യങ്ങൾ. എഫെസ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം. ഇത് ഒരിക്കലും നമുക്ക് ഒരാള് പറഞ്ഞു കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇതിന് ഏറ്റവും എഫിഷ്യന്റ് ആയ ആള് പൗലോസ്ലീഹയാണ്. കാരണം അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കാൻ എന്താണ്, അല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ മതി. അപ്പൊ എഴുതി കൊടുക്കുന്നതിനും പറഞ്ഞു കൊടുക്കുന്നതിനും അപ്പുറത്തൊരു തലം, ഒരു ആത്മീക അനുഭവത്തിന്റെ തലം. നമ്മൾ പഴയത്തിൽ സ്ഥിരമായിട്ട് വായിക്കുന്നൊരു വാക്യമാണ്, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണെന്ന് രുചിച്ച് അനുഭവിച്ച് അറിയുന്നു. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വെളിപ്പാടിലൂടെ, ജ്ഞാനത്തിലൂടെ നമുക്ക് പകരണം. അത് ദൈവം നേരിട്ട് നമുക്ക് പകരും. ദൈവം നേരിട്ട് നമുക്ക് പകരുന്ന ഒരു വെളിപ്പാടിന്റെ തലമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പൗലോസ്ലീഹയുടെ ഈ പ്രാർത്ഥന ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രാർത്ഥനയും മരിക്കുന്നില്ല. അതാണ് നമ്മുടെ വിശ്വാസം. ഒരു പ്രാർത്ഥനയും മരിച്ചു പോകുന്നില്ല.
ആരും മരിച്ചു പോകുന്നു. ഇത് ഈ പാശ്ചാത്യ ചിന്തകൾ വന്നിട്ട് ഈ മരണം എന്നുള്ള ഒരു പ്രതിഭാസത്തിന്റെ മുമ്പിൽ ഇറങ്ങിപ്പോവാണ്. ഇന്ന് ലാസറിന്റെ ശനിയാഴ്ചയാണ്. ഇത് ചെറിയ ഉയർപ്പ് പെരുന്നാളാണ്. അടുത്ത ഞായറാഴ്ച നടക്കാനുള്ള വലിയ ഉയർപ്പിന്റെ പെരുന്നാളിന് മുന്നോടിയായി ഒരു ചെറിയ ഉയർപ്പ് പെരുന്നാളാണ്. ഇത് ആക്ച്വലി ഉയർപ്പ് പെരുന്നാൾ തന്നെയാണ്, പക്ഷെ ചെറിയ പെരുന്നാളാണ്. ഈ മരണം എന്ന ഒരു പ്രശ്നം വരികയാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ആദ്യം ഡീല് ചെയ്യുന്നത് മരണത്തെ, അവസാനമാണ്. കർത്താവ് മരണത്തെ പരാജയപ്പെടുത്തി, മരണത്തെ വ്യാഖ്യാനിച്ചു, മരണത്തെ വിശദീകരിച്ചു, മരണത്തെ ജയിച്ചു, എന്നിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നത്. അപ്പൊ അത് നമ്മെ സംബന്ധിച്ച്, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ആ മരണം ഒരു വിഷയമല്ല. അതാണ് യേശു കർത്താവ് പറയുന്നത്. ഇപ്പൊ ലൂക്കാസ് 20-ാം അധ്യായത്തിൽ തന്നെ ചോദ്യം ചെയ്തു വരുന്ന ആളുകളോട് യേശു കർത്താവ് പറയുന്നത്, കർത്താവിന്റെ പുറകെ ആളുകൾ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 37-ാമത്തെ വാക്യത്തിൽ ഈ സദൂക്യരായ ആളുകളോട് കർത്താവ് മറുപടി പറയുന്നത്, ലൂക്കോസ് 20:37, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും ഉൾപ്പെടുന്ന ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മോശയോട് ദൈവം സംസാരിക്കുമ്പോ ദൈവം മോശയോട് പറയണ ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ഗോഡ് ഓഫ് ഐസക്, ഗോഡ് ഓഫ് ജേക്കബ്. പൊതുവായിട്ടല്ല പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം ആ പ്രയോഗം. അതായത് ഗോഡ് ഓഫ് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്, അങ്ങനെയല്ലേ പറഞ്ഞു. നിങ്ങളോട് ശ്രദ്ധിച്ചതോ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്നല്ല പറഞ്ഞേ. ഇതിന് പറഞ്ഞ കാര്യം അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. അത് കണക്റ്റീവായിട്ടാണ് പറയുന്നെങ്കിൽ നമുക്ക് അതൊരു ഭംഗിയിലങ്ങനെ പറഞ്ഞാൽ ദൈവം മുഴുവൻ മനുഷ്യവർഗത്തിന്റെ ദൈവമാണ്, എല്ലാ കാലത്തും ദൈവമാണ് എന്നൊരു ചിന്ത. പക്ഷെ അവിടെ എടുത്തു പറയുകയാണ് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. അപ്പൊ ആശയം മൊത്തം മാറി. എന്നിട്ട് താഴെ യേശു കർത്താവ് അതിന്റെ കമന്ററി പറയും. അതാണ് കമന്ററി ഫ്രോം ജീസസ്. യേശുവിന്റെ കമന്ററി എന്താണ്? ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. മോശയോട് സംസാരിക്കുമ്പോൾ 500 വർഷം മുമ്പ് മരിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയുടെ പേരിലാണ് ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹേയ്, ഗോഡ് ഓഫ് എബ്രഹാം. 500 കൊല്ലം മുമ്പ് മരിച്ച ആളുടെ പേരിലാണ് പരിചയപ്പെടുന്നത്. നമ്മൾ വന്നപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവറാച്ചന്റെ മോനാണ്, അല്ലെങ്കിൽ ചാപ്പച്ചന്റെ മോനാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് 500 വർഷം മുമ്പ്. അപ്പൊ അവിടെയാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ പ്രത്യേകത, സവിശേഷത. ഞാൻ പെന്തക്കോസ്തൽ വിശ്വാസിയായിരുന്നു. ആ സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഒരു വാക്യമാണ്. കാരണം ഈ വാക്യം വിശദീകരിക്കാൻ പാശ്ചാത്യർക്ക് സാധിക്കും. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ അനേക വാക്യങ്ങളുണ്ട് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട്. പെന്തക്കോസ്റ്റൽ ഗോസ്പൽ, പെന്തക്കോസ്റ്റൽ സുവിശേഷം പറയുന്ന സമയത്ത് അവർക്ക് ഇടച്ചു വരുന്ന വാക്യങ്ങളുണ്ട്. പക്ഷെ ഈ വാക്യങ്ങളെ പറ്റി നമ്മുടെ ആളുകൾ ബോധവാന്മാരല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുന്ന കൊടുക്കുകയും അവരുടെ വലകളിൽ വീഴുകയും ചെയ്യുന്നു എന്നുള്ള ദുർഗതിയാണ്. ഇപ്പൊ ഈ വാക്യം എടുത്തു വെച്ച് വേറെ എന്തും പോകാൻ അനുവദിക്കാം. ഈ വാക്യം എടുത്തു വെച്ച് വിശദീകരിക്കാൻ പറഞ്ഞ ഒരു പെന്തക്കോസ്തുകാരനും വിശദീകരിക്കാൻ പറ്റില്ല. അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പാസ്റ്റർക്കും വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വ്യക്തമായിട്ട് ഈ ബൈബിൾ സംഭവത്തിന്റെ കമന്ററി പറയുന്ന യേശുക്രിസ്തുവാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു കമന്ററി പറഞ്ഞിരിക്കുന്നു. പല ആളുകളുടെ കമന്ററി ഉണ്ട്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് മക്കാർത്തന്റെ കമന്ററി, അല്ലെങ്കിൽ മാർട്ടിന്റെ കമന്ററി, സോമനി കമന്ററി ഉണ്ട്. ലൂക്കിന്റെ കമന്ററി ഉണ്ട്, മാത്യു ഹെൻറിയുടെ കമന്ററി ഉണ്ട്. ഇങ്ങനെ കമന്ററീസ് ഉണ്ട്. ഒരു 14 കമന്ററീസ് വളരെ പോപ്പുലറായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പക്ഷെ വളരെ കമന്ററി ഫ്രം ജീസസ്. ഈ പഴയ നിയമ സംഭവത്തിന് ഇപ്പോൾ കമന്റ് പറയുന്നത് യേശുവാണ്. യേശു പറയുന്ന കമന്ററിയാണ് 38-ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല. ഗോഡ് ഓഫ് ഏബ്രഹാം മോശയോട് പറയും, ഗോഡ് ഓഫ്
answer. God of Jacob. യോസഫ് മരിച്ചിട്ട് തന്നെ 440 കൊല്ലം അവർ അവിടെ. 5 നൂറ്റാണ്ട് മുമ്പ് മരിച്ച ആള് അപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ സജീവമാണ്, ആക്റ്റീവാണ്. ഇത്ര ക്ലിയർ ആയിട്ട് പുതിയ നിയമത്തിൽ ഈ ഉപദേശം ഉണ്ടായിരിക്കെ എത്രയോ ആയിരക്കണക്കിന് സുറിയാനിക്കാരെയാണ് മെറ്റോസൈൻ പിടിച്ചുകൊണ്ട് പോയത്. മരിച്ചവർക്കുള്ള പ്രാർത്ഥന തെറ്റാണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തെറ്റാണ്, നോക്കൂ എന്നൊരു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോവാം. നമ്മുടെ ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബൈബിളിൽ ഇത്ര വ്യക്തമായിട്ട് യേശു തമ്പുരാൻ പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. കാരണം വെച്ചാൽ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. സത്യം പ്രകാശിക്കാതിരിക്കാൻ 2 Corinthians 4:4 ആണ്, 2 Corinthians 4:4. The God of this world has blinded the minds of unbelievers. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ ഇവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നില്ല. എന്താണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പൗലോസ് വളരെ വാക്കാണ്, ഞാൻ പറയുന്നതാണ്. അദ്ദേഹം ആണ് ഈ പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഗോസ്പൽ ഇസ് ഗ്ലോറിയസ്, തേജസ്സുള്ള സുവിശേഷം. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കുക, ബ്ലൈൻഡ് ചെയ്യുക. എന്താണ് ഈ ഗോസ്പൽ? നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്ത് നോക്കുമ്പോൾ ഈ ലോകത്ത് ഒത്തിരി തത്വചിന്തയും ഒത്തിരി വിചാരധാരകളും, ഒന്നിലും പ്രത്യാശയില്ല, സന്തോഷമില്ല. ലോകത്ത് മനുഷ്യന്റെ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്? എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? നമ്മൾ വളരെ ടെക്നോളജിക്കലായിട്ട് മുന്നേറി, സയന്റിഫിക് ആയിട്ട് മുന്നേറി, വളരെ അഡ്വാൻസ്ഡ് ആണ്. iPhone 14, 15 ഒക്കെ കയ്യിലിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ എന്നിട്ട് നിരാശനാണ്. നമ്മളിവിടെ ആരോട് ചോദിച്ചാൽ ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ അമേരിക്കൻ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ എത്തീസ്റ്റ് അസോസിയേഷൻ സംതിങ് അങ്ങനെ ഒരു സംഘടന, അവരുടെ ഹോൾഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഈ ഹ്യൂസ്റ്റണിൽ കൂടെ പോകുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഹൈവേ കൂടെ 59-40 എല്ലാം വെച്ചിട്ടുണ്ട് വലിയ ബോർഡ്, ദൈവവിശ്വാസത്തെ പരിഹസിക്കുന്ന ബോർഡ്, വലിയ ബോർഡുകളൊക്കെ. പക്ഷെ അവർക്ക് എന്താണ് ഒരു സജസ്റ്റ് ചെയ്യാനുള്ളത്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്? നോ മീനിങ്. നമ്മളിവിടെ ബൈ ആക്സിഡന്റ് എന്തോ ഒരു അപകടം സംഭവിച്ചു നമ്മളിവിടെ നിൽക്കരുത്. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൈവരാസ സംയുക്തമാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അത് നമ്മൾ ആരാ? നമ്മൾ ഇവിടുന്ന് നമുക്ക് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തുകളാണ്. അപ്പൊ എന്താണ്? അബാൻഡന്റ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെ? നമ്മൾ മനുഷ്യവർഗത്തെ പറ്റിയുള്ള ചിന്തകളിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ അബാൻഡന്റ് ആണ്, നമുക്ക് ആരുമില്ല, നമുക്കൊന്നുമില്ല, നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മുഴുവൻ മനുഷ്യവർഗത്തെയും കർത്താവ് കണക്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഈ കടലിലൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ മീൻ ചാരി പോകുന്നത് കാണുക വെള്ളത്തിന് മുകളിലൂടെ. നമ്മൾ കാണുമ്പോൾ ആ മീനിന്റെ ഉടലിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ അതിന്റെ മുമ്പിൽ ആ വെള്ളത്തിനടിയിൽ അതിന്റെ തലയുണ്ട്, പുറയിൽ അതിന്റെ വാലുണ്ട്. നമ്മൾ ആ മധ്യഭാഗം മാത്രമല്ല, എപ്പം പുതുതാണ് ഈ കാണുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഈ മനുഷ്യർ. ഈ കാലസമുദ്രത്തിലേക്ക് വലിയൊരു ഭാഗം പോയി കഴിഞ്ഞു, ഇനി ഒരു ഭാഗം നമ്മുടെ പുറകെ എനർജി ചെയ്ത് വരുന്നു. പക്ഷെ ഇതൊന്നും വ്യത്യസ്തമല്ല, ഒന്നാണ്. ഹോൾ മനുഷ്യവർഗത്തെ ദൈവം തമ്പുരാൻ ഒന്നായിട്ടാണ്, വ്യത്യസ്തരായിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു, അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് വാദം മുതലുള്ളവർ പോയിട്ടല്ലേ പ്രാർത്ഥിക്കും, അല്ലേ അച്ഛൻ? അതൊക്കെ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ആദാം മുതലുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി വിധിയാണ് പ്രാർത്ഥനകൾ അർപ്പിക്കണം. അപ്പൊ ഇന്ന് അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന മുഴുവൻ മനുഷ്യവർഗത്തെയും കൂടെ ഹോൾഡ് ടുഗദർ ചെയ്യുന്ന, മുഴുവൻ മനുഷ്യവർഗത്തെയും കൂടെ ചേർത്ത് വെക്കുന്ന ഒരു കുർബാനയാണ്. ആദ്യം മാമോദിസ മുങ്ങി യാക്കോബായക്കാരനല്ല, എനിക്കറിയില്ല. ഇത് യാക്കോബായക്കാരന് വേണ്ടി മാത്രമാണ് ഇവിടെ കുർബാന അർപ്പിക്കുന്നതാണ്. അത് യാക്കോബായക്കാർ ഇക്കാര്യം ചിന്തിച്ചിരിക്കും. ഒത്തിരി തെറ്റിദ്ധാരണ മാർത്തോമക്കാരൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള കുർബാന അവിടെ നടക്കുന്നു. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ ഒരിക്കലും അങ്ങനെയല്ല. ഇത് മുഴുവൻ മനുഷ്യവർഗത്തെയും കൂടെ ഒരുമിച്ച് ഉയർത്തുക, ഒറ്റ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആദാമിന്റെ സർവസന്തതികൾക്കും ജീവകാരണമായ കബറടക്കം, അതാണ് അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ പോകുന്നത്. ശുശ്രൂഷ ചൊല്ലും സദാവായിക്കുമ്പോൾ പറയും, ജീവദായകമായ ഈ കബറടക്കം ആദാമിനെയും അവന്റെ സർവസന്തതികൾക്കും ജീവൻ കൊടുക്കുന്നു. അപ്പൊ ഇത്ര ഉദാത്തമായ ഒരു ദർശനം
നമുക്കുള്ളപ്പോ വളരെ വികലമായ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഭിന്നിപ്പിക്കുന്ന ചിന്തകളാണ്. അതാണ് പൗലോസ്ലിയുടെ പ്രാർത്ഥനയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടണം. ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് ഈ റെവലേഷൻ ഉണ്ടായിരിക്കണം. റെവലേഷൻ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? റെവലേഷൻ ഇല്ലാത്തവർക്ക് എന്റെ ജനം നശിച്ചു പോകും, അല്ലേ? പരിജ്ഞാനം ഇല്ലാക്കിയാൽ എന്റെ ജനം നശിച്ചു. ഹോശേയ 4:7 പരിജ്ഞാനം ഇല്ലാക്കിയാൽ എന്റെ ജനം നശിച്ചു പോകും. അപ്പൊ ആ നാശമാണ് നമ്മൾ കാണുന്നത്. വിശ്വാസത്തിൽ നിന്ന് ആളുകൾ ഉതിർന്നു വീട് പോവാണ്. ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിശ്വാസിയായിട്ടിരിക്കുന്നത്? ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് വിശ്വാസിയായിട്ടിരിക്കുന്നത്? ഇപ്പൊ എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു, എല്ലാവരും ദൈവം കാര്യങ്ങൾ, നമ്മളെന്തിനാ വിശ്വാസം? നമ്മളെന്തിനാ കുർബാനയ്ക്ക് പോകും? നമ്മളെന്തിനാ വിശ്വാസമാകും? നമ്മളെന്തിനാ കർത്താവിനെ സ്നേഹിക്കും? ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഞാനയാൾ ചോദിച്ചു, പണ്ട് ഈ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി വന്നിട്ട് കമന്നു കിടന്നു എന്റെ പുറത്തൂടെ കയറി. അയാളെന്തിനാ അയാളുടെ മനസ്സ് സുഖമുള്ളൂ, ഇയാളെന്തിനാ അങ്ങനെ കമന്നു കിടന്നേ? അപ്പൊ അയാളോടാണ് ചോദിക്കുക, നീ എന്തിനാണ് അവിടെ കമന്നു കിടന്നത്? അപ്പൊ മനുഷ്യൻ വളരെ സ്വാർത്ഥനായി ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് പോവാണ്. അപ്പൊ എന്തിനാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യവർഗത്തെയും ഒരുമിച്ച് എംബ്രേസ് ചെയ്യുകയാണ്, അനുഗ്രഹം ചെയ്യുകയാണ്. അവിടെയാണ് ഈ നാസ്തികവാദത്തിന്റെ ഇപ്പൊ നമ്മളിവിടെ നിന്നിട്ട് ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാന ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പ്രയർ ഉണ്ട്. കർത്താവിന്റെ കരുണയെ അപേക്ഷിക്കും. കരുണയെ അപേക്ഷിക്കുമ്പോഴേക്കും നീ തന്നെയാണ് ഞങ്ങളുടെ പാപവും മോചകനും. ദൈവത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോ എന്താണ്? നന്ദി പറയുന്നത്. ഈ പഴയ കാലത്തൊക്കെ ഈ ആളുകൾ വിളിക്കാത്ത കല്യാണത്തിന് പോവാന്ന് പറഞ്ഞു, അന്ന് കല്യാണം ചാത്തത്തിന് പോകുന്നതായിരുന്നു. ഒരു പ്രയോഗത്തിനുണ്ട്, വിളിയാച്ചാത്തം അല്ലെ, വിളിക്കാത്ത കല്യാണത്തിന് പോകും, ക്ഷണിക്കാത്ത സത്യം. സത്യത്തിൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് ഒരു ക്ഷതമല്ല, അല്ലെ? നമുക്ക് അർഹതയില്ലാത്ത ഒരു ഫുഡ് കഴിക്കുക, അവിടെ പോയി കഴിക്കും, അങ്ങനെ കഴിക്കും. വിളിച്ചാൽ സന്തോഷം, വിളിക്കുന്നു. പക്ഷെ സത്യത്തില് ദൈവം തമ്മിലാണ് ഒരുക്കി വെച്ചിട്ടുള്ള വലിയൊരു വിരുന്നാണ് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി. ഈ പ്രകൃതിയിൽ നിന്ന് ഇതെല്ലാം ആസ്വദിക്കുന്ന മനുഷ്യൻ ഈ വിരുന്ന് വാങ്ങിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിനക്കെന്താണ് ഇവിടെ ജീവിക്കാൻ അർഹത? ദൈവമില്ലാതെ നിരസിക്കുന്നു. നീ എന്തിനാ ഈ ഓക്സിജൻ വലിക്കുന്നത്? ഈ വെള്ളം കുടിക്കുന്നു? ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ എനിക്ക് ഇവിടെ പൈസ ചാൻസ് എനിക്ക് കിട്ടി, ഞാൻ അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ട് നന്ദിയില്ലാത്ത മനുഷ്യനായി മാറാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തോടുള്ള ഒരു ബന്ധം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന നന്ദി അർപ്പണം എന്നാ പറയുന്നത്. യൂക്രിസ്റ്റ് എന്നാ പറയുന്നത്. യൂക്രിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം നന്ദി അർപ്പിക്കുക, താങ്ക്സ് ഗിവിംഗ് ആണ്. സ്തുതി ബലികളാണ് ചേർന്നിടവി എന്ന് പറയുന്നത്. ഈ സ്തുതി ബലി എന്തിനാ അർപ്പിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി കടക്കാൻ പറയും. അതാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഷേപ്പ് ചെയ്യും. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ, ഈ പ്രകൃതിയെ ആസ്വദിക്കുമ്പോൾ, ഇത് എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ വ്യക്തിത്വം എന്താകും? ബോൾഡാകും. കാരണം ഞാനിത് എൻജോയ് ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ലജ്ജ കൂടാതെ ഇപ്പൊ ഈ അപ്പനോട് വഴക്ക് പിടിച്ചിട്ട് മക്കള് പഴയ കാലത്താ പറയും, എനിക്ക് ഇപ്പത്തൊന്നും തന്നെ നാട്ടിലെ ഉദാഹരണം പറഞ്ഞു പറയും, എനിക്ക് ഇവിടെ നിന്നും വേണ്ട എന്നൊക്കെ പറയും. എന്നിട്ട് രാത്രി ആകുമ്പോൾ അടുക്കള ഭാഗത്തും ഒളിച്ച് വന്നപ്പോഴൊക്കെ ഉണ്ടത് ഈ കാലത്തിന് എടുത്ത് കഴിക്കുക. അപ്പൊ ആ ഒരു ഷെയ്ഫുൾ സ്റ്റേറ്റ്, അതാണ് ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യന്റെ സ്ഥിതി. അതാണ് ഈ നാസ്തികരായിട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധം. ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ് ദൈവമെന്ന് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു വിശദീകരണങ്ങളൊന്നുമില്ല. മറ്റു വിശദീകരണങ്ങളില്ലാത്തപ്പോ ദൈവമാണ് ഇത് തന്നിരിക്കുന്നത്. ദൈവത്തെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? അതാണ് പൗലോസിനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് അവന്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തെ സംബന്ധിക്കുന്ന പരിജ്ഞാനം ഒരു വെളിപ്പാടായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. അല്ല അത് സയൻസ് വെച്ച് നോക്കുക, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക, ലാബറട്ടറി പോയി നോക്കുക, പിന്നെ ദൂരദർശനം വെച്ച് മുകളിലോട്ട് നോക്കുക, ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ. ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥന നമുക്ക് വോട്ടയായിരിക്കട്ടെ ഇല്ലേ? നമ്മുടെ സഹോദരന്മാരുടെ പ്രാർത്ഥന, സ്ത്രീകന്മാരുടെ പ്രാർത്ഥന, പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കുകയാണ്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.
ഈ പ്രാർത്ഥനയുടെ വലയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുന്ന സമയത്ത് നമ്മുടെ ബോധങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അതാണ് പിതാക്കന്മാരുടെ സുറിയാനിക്കാരനെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് ആരും ക്രമീകരിച്ചത്. അതൊരിക്കലും ഈ പാശ്ചാത്യ സുവിശേഷത്തിന് നൽകാൻ കഴിയില്ല. കാരണം പാശ്ചാത്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം അവനെ നോക്കും. നമുക്ക് വേറെ ആരും ഇല്ല. നീ രക്ഷിക്കപ്പെട്ടതാണ് രാജ്യത്തിൽ. ഈ തോക്കൊക്കെ വെച്ച് പട്ടണക്കാര് ചോദിക്കുന്നതല്ലേ. ഈ പണ്ട് വിയറ്റ്നാമിലൊക്കെ അമേരിക്ക പട്ടാളം പോയി ഇങ്ങനെ എവിടെയുള്ള ഗ്രാമവാസികളൊക്കെ ധനിച്ചത്തോട് വെച്ചിട്ട് ചോദിക്കുക, നീ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോഴേക്കും കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇടുന്നുണ്ട്, ഇദ്ദേഹം നമ്മൾ രക്ഷിക്കുന്നു. നമ്മൾ അനാഥരല്ല. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ അനാഥരല്ല, നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. ഇപ്പൊ നമ്മളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നല്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ട്, അച്ഛാ ഒരു പ്രാർത്ഥന ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ പെരുന്നാളുകളുടെ ചങ്കലകൾ അങ്ങനെ പ്രാർത്ഥന ചെയ്തത്. ഈ പെരുന്നാള് നമ്മൾ ഈ നടത്തുന്ന ഈ പെരുന്നാൾ നമ്മളൊരു പെരുന്നാൾ ദിവസം നാളെ അടുത്ത പെരുന്നാളാണ്, വിശാഖ പെരുന്നാളാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം പെരുന്നാളുകളാണ്. നമ്മുടെ ഈ പെരുന്നാളുകളുടെ ചങ്കലകൾ കൊണ്ട് കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് നമ്മളെ ബന്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാഥരല്ല. ഈ അനാഥത്വം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോണം. അത് തന്നെയാണ് ഈ നമ്മള് ഏവകേരിന് വായിച്ചത്. ആ കല്ല് ആ ഗുഹയുടെ മുകളിൽ നിന്ന് ഉരുതി മാറ്റും. അതൊരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം. കുറെ വർഷം മുമ്പ്, 2000 വർഷം മുമ്പ് നടന്നൊരു സംഭവം. പക്ഷെ ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഗുഹകളിൽ കല്ല് വിചാരിച്ചത് മനസ്സിലായി. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരംശം അവിശ്വാസം കാണും. കാരണം നമ്മുടെ ലോകത്തുള്ളത് ദൈവം ഉണ്ടോ, ദൈവം ഒന്നും കാണുന്നില്ല. മനസ്സിലായി, ദൈവം കാണത്തില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ കരുതുന്നില്ല, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതം ഉണ്ടോ. ഒന്ന് മരിച്ചുപോയ ആളുകൾക്ക് ഇപ്പൊ സജീവരാണ്, ഒരു ബോധ്യമില്ല. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് കമ്മ്യൂണിറ്റി നമ്മളിപ്പം കാത്തോവാക്കാനായിട്ട് നിൽക്കും. പിള്ളേരുടെ പറയാൻ ധൈര്യം ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് എല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഗുഹയിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരു കല്ല് വെച്ചാൽ അടയ്ക്കും. എന്നിട്ട് ഇവിടെ ഒന്നും പ്രാർത്ഥിക്കുക, തിരിച്ചു കളിക്കുക, ആക്ഷൻസ്. ആ കല്ലുകൾ മാറണമെന്ന് പറഞ്ഞാൽ ആ കല്ലിൽ മാറ്റിയിട്ട് സംശയത്തിന്റെ എല്ലാ എല്ലും പൊടി എടുത്ത് ക്ലീൻ ചെയ്യണം. ഒരു സംശയമില്ലാതെ അവിടെ വിശുദ്ധ രൂപവും അവിടെ എല്ലാം പ്രവേശിക്കണം. ഇതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ പ്രാപിക്കണം. അവനെ കുറിച്ച് എന്ത് ചെയ്യണം? 3 കാര്യം നിങ്ങൾ അറിയണം. അവന്റെ വിളിയാളുടെ ആശം, അതാണ് നിങ്ങൾ ഒന്നറിയേണ്ടത്. 2, വിശുദ്ധമായിട്ടുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. 3, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ 3 കാര്യം അറിയണം. 1, അവന്റെ ഡിസയർ നിങ്ങൾ അറിയണം. ദൈവത്തിന്റെ ഡിസയർ എന്താണ്, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം. 2, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്പത്ത്, വെൽത്ത് എന്താണ് അത് നിങ്ങൾ അറിയണം. 3, നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോണ ദൈവത്തിന്റെ പവർ. ഈ 3 കാര്യം അറിഞ്ഞിരിക്കണം. ഇതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അത് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നില്ല അതൊക്കെ പ്രസംഗിച്ച് പൗലോസ് പ്രസംഗം അത്ര മെച്ചമല്ലായിരുന്നു. ഹി വാസ് നോട്ട് എ ഗുഡ് ഒറേറ്റർ. എഴുത്ത് നല്ല പവറായിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. കാരണം ഒരു ലേഖനം എഴുതി പറയുന്നു, നിങ്ങൾ ചിലർ പറയുന്നുണ്ട് എന്റെ പ്രസംഗം അത്ര പോരാ, പക്ഷെ ലേഖനങ്ങൾ വികലമാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പക്ഷെ എഴുതി പിടിപ്പിക്കാത്തതാണ് പൗലോസിലേക്ക്. എഴുതി പിടിപ്പിക്കാമായിരുന്നു, പക്ഷെ എഴുതി പിടിപ്പിച്ചില്ല, പറഞ്ഞു പിടിപ്പിച്ചില്ല. ഈ എഴുത്തും പറച്ചിലും കൊണ്ട് വലിയ കാര്യമില്ല. കുറച്ചൊക്കെ പറയാനുള്ളൂ, പക്ഷെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. പൗലോസിനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇവർ ചെയ്യുക ആത്മാവിനെ കൊടുക്കും. ഞാൻ അറിഞ്ഞതുപോലെ ദിവ്യ രഹസ്യങ്ങൾ, നിന്റെ ആ മഹാത്മ്യം നമ്മൾ പറയുന്നത്. എന്നിട്ട് അതൊക്കെ പറയുന്നുണ്ട് ഈ വാഴ്ചകളെ കുറിച്ചും അധികാരങ്ങളെ കുറിച്ചും സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം വാചാലനാകും അതിനകത്ത് അല്ലേ. ആ പ്രാർത്ഥന നിങ്ങൾ വായിച്ചു കേട്ടല്ലേ. എല്ലാ അർക്കാബോസർക്കും ശുദ്ധാന്മാർക്കും ഹൈരന്മാർക്കും മോഹബോസർക്കും മേലായും, ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനിക്കുന്നതിലും പേർ പറയപ്പെടുന്ന സകല നാമങ്ങൾക്കും മേലായും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് തന്നെ ഇരുത്തുകയും സർവവും തന്റെ കാൽ കീഴാക്കുകയും സകലത്തിന്മേലും ഉപരിയായിരിക്കുന്നതിനെ തന്നെ സഭയ്ക്ക് തലയായി നൽകുകയും ചെയ്തു. സഭയ്ക്ക് തലയായി നൽകുകയും ചെയ്യുന്നു. അപ്പൊ ക്രിസ്തു എന്ന ശിരസ്, ആ ക്രിസ്തു എന്ന ശിരസിൽ നിന്നുള്ള ചൈതന്യം പ്രവഹിക്കുന്ന ഒരു ബോഡിയാണ് ഈ സഭ. ഇപ്പൊ നമ്മൾ പറയാണ് ഈ എന്നതാ പറയുന്നത്, ലാസറിനെ ഉയർപ്പിച്ചു എന്ന് ആരും പറഞ്ഞു.
ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത് അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയിൽ അന്ന് നടന്നൊരു സംഭവമാണ്. അത് എന്തിനാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയത്? യോഹന്നാൻ ശ്ലീഹ ഇത് എഴുതിയില്ലായിരുന്നു. അതെ, നിങ്ങൾ നോക്കണം, യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ ഒരു സുവിശേഷം എഴുതാൻ ഇരുന്നല്ല. അത് ഇഗ്നാത്യോസ് ഒരു പോളികാർപ്പസും കൂടെ ആവശ്യപ്പെട്ടിട്ട് എഴുതുന്നത്. ഇതിന് രണ്ടുപേരും, അതായത് സ്മർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പസും അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്ന ഇഗ്നാത്യോസ് അപ്പൊ നമ്മൾ പാത്രീസ് ഇപ്പൊ പറയുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യരായിരുന്നു. ഇവരാണ് പറഞ്ഞത് ഒരു ലേഖനം എഴുതണം. അങ്ങനെ വയസ്സാക്കാലത്ത് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത് ഇത് അങ്ങോട്ട് എഴുതിയില്ലായിരുന്നല്ലോ. ഇങ്ങനെ ലാസറിനെ ഉയർപ്പിച്ചൊരു കഥ ഇന്നാരും വിശ്വസിക്കില്ല അല്ലേ? പക്ഷെ വിശ്വസിക്കും, കാരണം സുറിയാനി സഭ എവിടെയുണ്ട്. ഇതാണ് ഈ സഭയുടെ പ്രത്യേകത. ഇത് ഈ പുസ്തകത്തിലില്ലേ ഈ സഭയുണ്ടെന്ന്. കാരണം ഈ പുസ്തകത്തില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഈ സഭയുണ്ട്. പക്ഷെ നമ്മൾ നാളെ ഞായറാഴ്ച പുസ്തകം പ്രസംഗിക്കാൻ വന്നു, ഇങ്ങനെ ഒരു വീട്ടിൽ തലയെടുത്തു വിശാലമാകണം. പക്ഷെ നമ്മൾ പറയുന്നില്ലല്ലോ, അവിടെയുള്ള വൃദ്ധരായ യഹൂദന്മാർ കുറച്ച് പിള്ളാരെ ചട്ടം കെട്ടി അവനെ കല്ലെറിയാൻ തോന്നും. ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോ ചെയ്യും. ഇന്ന് നമുക്ക് കാണാം പാലസ്തീനില് ഇസ്രായേൽക്കാരെ പിള്ളേരെ കൊണ്ട് കല്ലെറിയുന്നു. മുസ്ലിങ്ങൾ കാശ്മീരികളുണ്ട് പിള്ളേരെ കൊണ്ട് കല്ലെറിയുന്നു. ഈ പിള്ളേരെ കൊണ്ട് കല്ലെറിക്കുന്നത് യഹൂദന്മാരുടെ പരിപാടി. യഹൂദന്മാരുടെ അതാ ഈ മുസ്ലിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ ഒരു ജൂയിഷ് കോപ്പിയിലാണല്ലോ മുസ്ലിം കൾച്ചർ. പിള്ളേരെ കൊണ്ട് എറിയിച്ച കുഴപ്പമില്ലല്ലോ. അപ്പൊ വൃദ്ധന്മാരെല്ലാം കൂടെ പിള്ളേരുടെ കല്ല് കൊടുത്തെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നിർങ്ങളമാണ്. പിള്ളേർ എറിയാൻ ചെന്നു. പക്ഷെ ആ കർത്താവിന്റെ ആ മുഖത്ത് നോക്കിയിട്ട് എറിയാൻ തോന്നില്ല. കല്ലുകൾ അവരുടെ ഫൈനൽ താഴെ പോയി. പകരം അവർ ഒലിവിന്റെ കൊമ്പുകളെടുത്ത് കുശാന പാടിയെന്ന് നമ്മൾ പാടുന്നത് അല്ലെ? എരിശിലേമേ എന്നോളം നമ്മൾ പാടുന്നത്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിളിലുണ്ട്. അതാണ് നമ്മൾ പാരമ്പര്യം. കാരണം ഇത് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമാണ്. കാരണം ആ കമ്മ്യൂണിറ്റിയിൽ നടന്നൊരു കാര്യം അതിന്റെ ഫസ്റ്റ് ഹാൻഡായിട്ട് കണ്ട ആളുകൾ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഔട്ട് ചെയ്തു, പകർന്നു കൊടുത്തു. അങ്ങനെ തലമുറയായി പകർന്നു വന്ന ഒരു കമ്മ്യൂണിറ്റി. നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റ് നോക്കിയിട്ട് ഇങ്ങനെയുണ്ടോ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പൈതൃകമായി അവിടെ പകർന്നു വന്നിരിക്കുന്നു. ഈ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിന് വിശ്വാസികൾ. അപ്പൊ അതാണ് പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അഭയപ്പെടുത്തും. കാരണം ഇന്ന് 2000 വർഷം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ ബോഡിയായിരിക്കും. ഈ ഒരു അനുഭവം ഇതാണ് പറഞ്ഞത്. വെളിപ്പാടും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിലൂടെ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പൗലോസ്ലീഹയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പൗലോസ്ലീഹ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച് വന്നപ്പോൾ അവസാനം പറയാണ് ഇവർക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയണം, പിതാവേ ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ വാക്ക് നിമിത്തം ഇനി ഭാവിയിൽ എന്നെ വിശ്വസിക്കാതിരിക്കുന്ന മുഴുവൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് കുഞ്ഞെന്നാണ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലാവും? ഭയങ്കര രൂപാവരം യേശു ക്രിസ്തു യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിരിക്കുന്നു, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചിരിക്കുന്നു, പരിശുദ്ധ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് വിശ്വാസമില്ല. നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് കർത്താവ് പറഞ്ഞത്, അവൻ മരിച്ചവരുടെ ദൈവം അല്ലെന്ന്. അപ്പൊ അവരെല്ലാം മരിച്ചുപോയി. നമ്മൾ എന്തുമാത്രം വ്യത്യാസമാണ്. നമുക്ക് ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ അടൂരിരിക്കുന്ന ആ പെണ്ണമ സിസ്റ്ററായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ യാക്കോബക്കാരും മാർത്തോമക്കാരും ഓർത്തഡോക്സുകാരും ഈ പറഞ്ഞ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ തരത്തിലുള്ള ആൾദൈവത്തിന്റെ അടുത്ത് പോകുന്നുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഈ ഗൾഫിലൊക്കെ വരുന്ന ഈ പ്രവാചകന്മാരെ എല്ലാം വിളിച്ചോണ്ട് പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് അത് കേൾക്കുക, വിരുദ്ധ ഉപദേശങ്ങൾ കേൾക്കുക. കാരണം എന്താണെന്ന് അറിയാം, ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ അവരിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നു. അവരിങ്ങനെ മുറുക്കിയാണ്. മനുഷ്യവർഗത്തെ എന്ത് ചെയ്യാണ്? മുറുക്കിയാണ്. മരിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാൻ ഇരിക്കുന്നവരും. ഞാൻ പറഞ്ഞല്ലോ, കടലിൽ കൂടെ ചാടിക്കാൻ മീനില്ലേ, ആ മീനെ 3 പീസാക്കി. അപ്പൊ കറി വെക്കാൻ പീസിനെ തലയും ഭാഗം കഷ്ണം. അങ്ങനെയാണോ മീൻ? ആ മീൻ ചത്തില്ലേ? ആണോ? നമ്മുടെ മീൻ അങ്ങനെയാണോ? നമ്മുടെ മീൻ അങ്ങനെ 3 പീസല്ല.
ജീവനുള്ള ഒരു മീനാണ്. 6 മുഴുവൻ മനുഷ്യവർഗത്തെയും നമ്മൾ ഒന്നായി കാണും. ഈ ബോധ്യമാകുമ്പോഴാണ് നമ്മൾ അനാഥരല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഏബ്രഹാം, ഐസക്, ജേക്കബ്, ദാവീദിന്റെ കുറച്ച് സങ്കീർത്തനം വായിച്ചു. ദാവീദ്, നിന്ദാസൻ ദാവീദി മൂലം നിന്നെ വിശുദ്ധ മുഖം തിരിപ്പിക്കൽ നമ്മൾ വാഴുകയാണ്. ദാവീദ് നമ്മൾ ആരും ഉപേക്ഷിക്കുന്നില്ല. എല്ലാവരും സജീവരാണ്, എല്ലാവരും ഒന്നാണ്. വിസിബിൾ അല്ലെന്ന്, വിസിബിൾ അല്ല. നമ്മുടെ ഈ ജനീക നയനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ബിഫോർ ഗോഡ് അത് പറഞ്ഞിരിക്കുന്ന അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഇത് വിശ്വസിക്കാൻ കഴിയാത്തവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിലോ അവകാശപ്പെടുന്നതിലോ there is no point. ഒരു പോയിന്റ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആളുകളോട് ഈ ബന്ധപ്പെടുന്നതൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും ആളുകൾ സംശയം ചോദിക്കുമ്പോഴും എന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ യാക്കോബായക്കാരായ ആളുകൾ പോലും പല ആളുകൾക്കില്ല ഈ വിശ്വാസമായ ബോധ്യമില്ല. കാരണം പല ആളുകളും സംശയം ചോദിക്കുന്നത് ഇങ്ങനെയല്ലേ. കാരണം ഇതെല്ലാം ഈ പറഞ്ഞ പാശ്ചാത്യ സുവിശേഷത്തിന്റെ പ്രചരണം കാരണം ആളുകൾ ഓരോരുത്തരും അവരെ തന്നെ അടർത്തി മാറ്റിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രതയാണ്. സ്വയം രക്ഷപ്പെടാൻ നമുക്ക് രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഓരോരുത്തരായിട്ട് രക്ഷിക്കും. ഓരോരുത്തരെയും തന്റെ കർത്താവ് രക്ഷിക്കുന്നേ. കർത്താവ് മുഴുവൻ മനുഷ്യവർഗത്തെ സ്നേഹിക്കും. ദൈവം തന്റെ പുത്രനെ അയച്ചത് മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. അതിനാണ് നമ്മൾ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായിട്ട് സൈലോറിസ് പബ്ലിക്കീസ് ബാവയുടെ മാന്യത്വം ചൊല്ലുന്നത്. അത് ചൊല്ലുന്ന സമയത്ത് എന്താ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിനെ വചനമതാൻ ആരാധിച്ച അടുത്ത എന്നാ പറയുന്നത് സഹജമതായ കൃതിയിലേക്ക് ബൈ നേച്ചർ ഈസ് ഇമ്മോർട്ടൽ. അവന്റെ നേച്ചറിൽ അവനെന്തല്ല മരണമില്ല, ഇമ്മോർട്ടൽ ആണ്. സഹജമതായ കൃതിരഹിതൻ എന്തിയാണ്? അവന്റെ കാര്യം വിരുദ്ധം. വർഗത്തിന് മുഴുവൻ ജീവൻ അത് രക്ഷകമേകാൻ ആഗതനായിരുന്നു. ഇതാണ് പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ കുർബാന തുറന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുകയാണ് മർത്യന്മാരുടെ വർഗത്തിന് മുഴുവനും ജീവൻ രക്ഷ നൽകാനാണ് വന്നത്. പക്ഷെ ബാക്കി ലോകത്തെ എല്ലാം ക്രിസ്തീയ സഭയോട് പറഞ്ഞ അവർക്ക് വേണ്ടിയുള്ള ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി. പക്ഷെ നമ്മളിവിടെ കുർബാന നടന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുകയാണ് മർത്യന്മാരുടെ വർഗത്തിന് മുഴുവൻ ജീവൻ അത് രക്ഷയും ചെയ്യാനായി. എന്നിട്ട് വന്നിട്ട് എന്തായി? അകലായി അതിനുവേണ്ടി. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത വാക്കിൽ വചനം പറയാണ് നിജ ഹൃദയാ നിവർത്തൻ ഹൃദയം വലിച്ചു നിഹരിച്ചു. തന്റെ മരണത്താൽ ഈ മർത്യന്മാരുടെ മരണത്തെ എന്ത് ചെയ്തു? ഒന്നു കളഞ്ഞു. അപ്പൊ പുരുഷൻ മരിച്ച ആരാണ്? പുരുഷൻ മരിച്ച ആരാണ്? മരണമാണ് മരിച്ചത്. ഡെത്ത് ഓഫ് ഡെത്ത് ആണ്. മരണം മരിച്ചു, മരണത്തെ കൊന്നോളെ. അതാണ് അവിടെ പറയുന്നത്. നിജ ഹൃദയ നിവർത്തൻ ഹൃദയം മരിച്ചു നിഹരിച്ചു. മരണത്തെ കൊന്നുകളഞ്ഞതാണ്. ഇവിടെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പാമ്പുണ്ട്, ഒരു പാമ്പ ഗ്രാമത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമം ആളുകളെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിദഗ്ധനെ കൊണ്ടുവരികയാണ്. ആ വിദഗ്ധം വന്നിട്ട് ഈ പാമ്പിനെ കൊന്നു. അപ്പൊ ചില ആളുകൾ അറിയുന്നില്ല ഇങ്ങനെ പാമ്പിനെ കൊന്നുള്ളത്. ഈ പാമ്പിനെ കൊന്നു അറിയാത്ത ആളുകൾ ഇപ്പോൾ എന്തിയാണ് പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നത്. ചില ആളുകൾ അതിങ്ങനെ ഒരാൾ വന്ന് കൊന്നായിരുന്നു. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ഈ ഗോസ്പൽ നമ്മൾ കുർബാനയ്ക്ക് ആമുഖമായിട്ട് പ്രഘോഷിക്കുകയാണ്. നിജ ഹൃദയാൽ ഇവർ തന്നെ ഹൃദയം വെളിച്ച് നിഹരിച്ചു. മരണത്തെ നീക്കിയ മഷിക. അതല്ലേ വിസ്മയ സംഗീതം കവറുകളിൽ നിന്ന് ഉയർപ്പിൽ പാടുന്നത്. അതായത് മഷിക മരണത്തെ കൊന്നു. മശീഹ മരണത്തെ കൊന്നു ആണ്. മശീഹ മരണത്തെ കൊന്ന് ജയിച്ചെഴുന്നേറ്റ് മർത്യന്മാർക്ക് വലിയ പ്രത്യാശയൊക്കെ പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ബോൾഡ്നെസ്, ഈ ഒരു അറിവ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു അറിവ് ഈ പൗരശ്രീഹായുടെ പ്രാർത്ഥനയും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പൗരശ്രീയുടെ പ്രാർത്ഥന ഒരിക്കലും ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥന അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഈ ധൂവപ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകന്മാരുടെ പൗരസ് സ്ത്രീകന്മാരുടെ ഓർമ്മ, പിന്നെ നമ്മൾ സഹനന്മാരെ ഓർക്കുന്നു. ഇത് നമ്മൾ ഈ ധൂപത്തിലൂടെ അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ യുണൈറ്റ് ചെയ്യുക. മുഴുവൻ മനുഷ്യവർഗവുമായിട്ടും വിശുദ്ധന്മാരുടെ നിലകളുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഒന്നായി തീരുന്നു. എത്ര അത്ഭുതകരമായ ഒരു ഒരു അനുഭവമാണ് ഈ സഭയിലുള്ളത്. ഇത് വേറെ ഒന്നുമില്ല. ഇത് അതിശയകരമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല, ഇത് നല്ല അങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയാണ്. അപ്പൊ അവിടെ 3 കാര്യം നമ്മൾ ഓർക്കണമെന്ന് കൃത്യമായിട്ട് പറയാണ്. ഒന്ന്, അവന്റെ വിളിയാനുള്ള ആശ.
ഡിസയർ ഓഫ് ഗോഡ്. ദൈവത്തിന് എന്തെങ്കിലും ഡിസയർ ഉണ്ടോ? ദൈവം നിങ്ങളെ പറ്റിയാണ് ഡിസയർ. ദൈവത്തിന് ആവശ്യങ്ങളൊന്നുമില്ല. ആവശ്യങ്ങളുള്ള ആൾക്ക് ദൈവമായിട്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലായിരുന്നു? ദൈവം ദുഃഖിച്ചു. ബൈബിൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. മനസ്സിലായോ? ദുഃഖം വരുന്നത് എപ്പോഴാണ്? ദുഃഖം വരുന്നത് അരിശം വരുന്ന എപ്പോഴാണ്? കാണിൽ പറയുക അരിശം വരുന്നത്. കോപം വരുന്ന എപ്പോഴാണെന്ന് അറിയും? കോപം വരുന്നത് മുന്നറിവില്ലാത്തതാണ്. മുന്നറിവെന്ന് പറയുന്നത് ദൈവത്തിന് മുന്നറിവുണ്ട്. മുന്നറിവ് തന്നെ ഫോർ നോളേജ്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം ദൈവത്തിന്. ഇപ്പൊ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിങ്ങളുടെ പുതിയ വില കൂടിയ ഫോൺ താഴെ പോയി. അച്ഛാ ആ ഫോൺ ഞങ്ങൾ കാര്യം നോക്കട്ടെ. അച്ഛാ ഫോൺ കൊടുത്തു. ഭാര്യയുടെ ഫോൺ താഴെ പോയി കുട്ടി കുത്തറ. അപ്പോഴേക്കും നമ്മൾ പൊട്ടിത്തെറിക്കണം. ഇതന്നെ $1000 കാര്യമുള്ളൂ. അത്ര വെച്ചൊക്കെ മനസ്സിലാക്കി $1000 ഫിക്സ് ചെയ്യാൻ പറ്റുമില്ല. പക്ഷെ നമ്മൾ ഒച്ച പോകും. നമ്മൾ ഒച്ച വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയണം. എല്ലാവരും പറയും നാളെ ഉച്ചയ്ക്ക് 12 അച്ഛാന്റെ ഭാര്യ അച്ഛാനോട് ഫോൺ ഒന്ന് വാങ്ങി മേടിക്കും നോക്കണം പറയും. അന്നേരം അച്ഛാന്റെ ഭാര്യയുടെ ആ ഫോൺ സ്ലിപ്പായി താഴെ പൊട്ടും. ഇത് അച്ഛൻ അറിയും. അപ്പൊ അച്ഛൻ നാളെ ഒരു 12 മണിയാകുമ്പോൾ അമ്മാമ വന്നിട്ട് പറയണം അച്ഛാ ഫോൺ ഇട്ടിട്ട് കാണിച്ചു. അപ്പോഴേ അച്ഛൻ അറിയുന്നത് പൊട്ടു വന്നു. അച്ഛൻ ഫോൺ കൊടുക്കും. ഭാര്യ ഫോൺ നോക്കും. താഴെ കണ്ടിട്ട് കോപിക്കും. കാരണം അച്ഛൻ ഓർമ്മ അത് നമ്മുടെ ഈ ലാക്ക് ഓഫ് നോളജ് ആണ്. അറിവില്ലാത്തതുകൊണ്ടാണ് ഈ കോപിക്കുന്നത്. കോപം വരുന്നത് മനസ്സിലായി. പിന്നെ നമുക്ക് ഭയം കോപമായിട്ട് വരും. നമ്മുടെ കൊച്ചു റോഡ് ക്രോസ് ചെയ്ത് ശ്രദ്ധിച്ചില്ല. അപ്പൊ പല വണ്ടി ഇടിക്കും. നമുക്ക് കോപിക്കുകയാണ്. അത് ഭയമാണ്. അപ്പൊ നമ്മുടെ അറിവില്ലായ്മയാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടോ? ദൈവത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ദൈവത്തോട് എന്തുള്ളത്? വിരോധമുള്ളത്. ദൈവത്തോട് നമുക്ക് പിണക്കമുണ്ട്. ദൈവത്തോട് നമുക്ക് വിരോധമുണ്ട്. ഉണ്ട് ഇല്ലേ? ദൈവത്തോട് പിണക്കമില്ലേ? ഉണ്ട്. കാരണം നമുക്ക് ഒത്തിരി പരാതിയുണ്ട്. ദൈവത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് എന്നെ ജനിപ്പിക്കാമായിരുന്നു. ഒരു ശകലം പൊക്കം കൂടെ എത്ര പ്രാവശ്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശകലം പൊക്കം കൂടെ എനിക്ക് തന്നായിട്ട് കുഴപ്പമില്ല. കുറച്ച് നിറം കൂടെ തന്നെ എനിക്ക് നല്ലൊരു കല്യാണം കിട്ടിയിരിക്കുന്നത്. ഇതിനകം നല്ലൊരു കല്യാണമാണ്. മനസ്സിലായ? ആദ്യം കാണാൻ നമുക്ക് ചെറുക്കാൻ ഇഷ്ടപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നിറം കുറവായിരുന്നു. പ്രശ്നമാണ്. അതുപോലെ എന്റെ മൂക്ക് ഇരിക്കുന്നു. അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വന്ന് അത് ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അത് പിന്നെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ 100,000 പ്രശ്നങ്ങളാണ്. ദൈവത്തോട് നമ്മൾ ക്ഷമിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സ്വയം വെച്ചിട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണം. എന്തിന് നീ എന്നോട് ക്ഷമിക്കാനാണ് ദൈവം പറഞ്ഞു. മനസ്സിലായ? നമ്മളെ മനസ്സിൽ ഇത്രയാണ് സെൽഫ് ഡിസപ്ഷൻ, ആത്മവഞ്ചന. ഇരിക്കുന്ന ആളോട് എനിക്ക് വണക്കമുണ്ട്. ഞാൻ മുഴുവൻ വേണമെങ്കിൽ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര വെറുപ്പും പകയെല്ലാം നിങ്ങളുടെ എന്നിട്ട് ഞാൻ ക്ഷമിക്കണം. എങ്ങനെയാണ് ഏറ്റവും ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തോടുള്ള ബന്ധം ശരിയാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം. നമ്മൾ ദൈവത്തോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ദുരുപദേശം. അതായത് ദൈവം നിങ്ങളോടാണ് ക്ഷമയായിരിക്കുന്നത്. നിങ്ങളോട് ദൈവം എന്ത് ചെയ്യണം? നിരപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നു. നിരപ്പിന് വേണ്ടി ദൈവം നിങ്ങളോട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം യാചിക്കുന്നു. സത്യത്തിൽ അതാ സംഭവിക്കുന്നു. സത്യത്തിൽ മനുഷ്യൻ ദൈവത്തോടാണ് ക്ഷമിക്കേണ്ടത്. അപ്പൊ ഈ പ്രസംഗം പുറത്താരും കേൾക്കുന്നില്ല. ഈ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും പെന്തക്കോസ്തുകാർ കേട്ട് കഴിഞ്ഞാൽ അവർ അങ്ങനെ പറയുന്ന വാക്യങ്ങളുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിൽ വാക്യം കണ്ടേ പറ്റും. വാക്യമല്ലോ ഉണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ അതിനൊരു വാക്യം തന്നേക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 15-ാം വാക്യം. അതിനൊക്കെ ഈ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു പോലെ തന്നോട് ധരിപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ, റിക്കൺസിലിയേഷൻ. ആരാ പ്രശ്നക്കാരൻ? ദൈവമാണോ നമ്മളാണോ? പോടാ ചാക്കച്ച എന്ന് പറഞ്ഞ് ഈ ചാക്കോച്ചനെ നമ്മൾ ദൈവത്തെ സമാധാനിപ്പിക്കുമോ? ദൈവത്തിന്റെ ആ
അനന്തമായ സ്നേഹവും അനന്തമായ കാരുണ്യവും വെച്ചിട്ട് ദൈവമാണ് ഈ മിനിസ്ട്രി പൗലോസിനെ ഏൽപ്പിച്ചത്. അവിടെ പൗലോസിനെ പറയാണ് മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ഞങ്ങൾക്ക് ഈ നിരപ്പിന്റെ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയുണ്ട്. അടുത്തത് 19 വാക്യം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. നിരപ്പിന്റെ ബദലിൽ ഞങ്ങളുടെ പക്കൽ വരവേൽപ്പിച്ചു ഇരിക്കുന്നു. അടുത്തത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാർത്ഥികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആരാ നിങ്ങളോട് അപേക്ഷിക്കുന്നത്? ക്രിസ്തു. കാരണം ക്രിസ്തുവിന് പകരം പൗലോസ് അപേക്ഷിക്കുന്നെങ്കിലും ആക്ച്വലി അപേക്ഷിക്കുന്നതാണ്. ഈ അച്ഛന് വേണ്ടി ഞാൻ വന്നൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആരാ ആക്ച്വലി പറഞ്ഞ അച്ഛൻ? അംബാസിഡേഴ്സ്. നിങ്ങൾ ഇന്നലെ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മൾ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നോക്കിയത് ആ ദൈവം ഇപ്പോൾ കൂടെ നമ്മളോട് അപേക്ഷിക്കുന്നു. ക്ഷമിക്കണം, ആ മൂക്ക് എനിക്ക് ഇരിക്കട്ടെ. ഞാൻ അത് സമയം നമ്മൾ ഒപ്പിക്കില്ല, നമ്മൾ നോക്കിങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഇത്രയും വർഷമായിട്ട് വഴക്ക. നമ്മളെ സംബന്ധിച്ച് പ്രേമസിന്റെ പോലെ ഉണ്ടാകാം. ചിന്തിച്ചോണ്ടിരിക്കും, ദൈവത്തിന്റെ യുണീക്കായിട്ട് സൃഷ്ടിച്ചിരിക്കാൻ നീയാണ്. ഇനി പ്രശ്നം വെച്ചാൽ നിന്റെ അകത്ത് നിന്റെ ഇരിക്കേതാണ് ആ കല്ലിൽ. ആ കല്ലിനകത്ത് നീ ചീഞ്ഞളഞ്ഞ് സാധനം എല്ലാം കൂടെ വെച്ചാൽ അതാണ് ഈ ലാസർ ഉയർപ്പെന്ന് പറയുന്നത്. അവിടെ കുട്ടി മാറ്റണം. കർത്താവ് കുട്ടി മാറ്റുന്നു. കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കല്ല് കുട്ടി മാറ്റണം. കാരണം നിങ്ങളെ ഇതിന്റെ കുട്ടി കെട്ടിച്ച് നിങ്ങൾ കുട്ടി കെട്ടിച്ചിട്ട് നിങ്ങൾ കുട്ടി മാറ്റും. കർത്താവിന് കല്ല് കുട്ടി മാറ്റുന്ന പരിപാടി ഇല്ല, അതിന്റെ കൊട്ടേഷനും ഇല്ല. കർത്താവ് പറയാൻ നിങ്ങൾ ഒത്തിരി സാധനം കയറ്റി ഉരുട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കല്ല് വെച്ചടച്ചിട്ടുണ്ട്, അതെല്ലാം ഉരുട്ടി മാറ്റി വെടിപ്പാക്കണം. എന്നിട്ട് ഈ സമാധാനത്തിന്റെയും നിരപ്പിന്റെയും ധൂപം നമ്മുടെ ഹൃദയത്തിലാണ്. മധുവായിട്ടല്ല, മധുവായിട്ടുണ്ടെന്ന് ഈ ധൂപകലശം ഇങ്ങനെ ഉണ്ടല്ലോ. ഏഷ്യാപ്രദേശത്തിന്റെ 6-ാം അധ്യായത്തിൽ ഏഷ്യാ ദർശനം കാണുന്നുണ്ട്. എന്താ? ആലയം പൂ കൊണ്ട് നിറഞ്ഞു. അത് ദർശനമാണ്. നമ്മുടെ ആരാധനയിൽ അതുണ്ട്. പുക കൊണ്ട് നിറയുന്ന അവർക്ക് നല്ല ആലയം അങ്ങനെ തന്നെയാണ്. പക്ഷെ ശരിക്കും ആ ധൂപം എവിടെയാണ്? അതിനും മാഫി വേണം. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പൂജിക്കുകയും. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ സൗരഭ്യവാസന സുഗന്ധ ധൂപം ഉയർന്നു കഴിയുമ്പോൾ ഈ ധൂപം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കർത്താവ് അവിടെ ഉയർന്നിരിക്കേണ്ടത്. ഇപ്പൊ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നാണ് ഇരിക്കുന്നത്. സ്വയം നമ്മൾ ചിന്തിക്കേണ്ടത്. ഗോഡ് നമ്മുടെ ഹൃദയത്തിൽ ഗോഡ് എക്സാൾട്ടഡ്. ഒറ്റ നമ്മുടെ ഹൃദയത്തിൽ ഒരു ത്രോണോസ് ഉണ്ട്. ആ ത്രോണോസിൽ കർത്താവ് ഉയർന്നിരിക്കുന്നു, ഉയർന്നാണിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് തരുന്നു. എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ വെച്ചാൽ നമുക്കൊരു അഭിമാനം, പ്രൗഡ്. ഈ ശരിയ ഞാൻ ഏതായാലും ഇല്ലെന്ന് എനിക്കറിയാം. അതെല്ലാം ചുമ്മാ ഉദാഹരണം പറയുന്നു. അപ്പം നമ്മൾ പറയുന്നു ഭയങ്കര അഭിമാനമാണ്. എല്ലാം പറഞ്ഞു ദൈവത്തെ പറ്റി നമുക്ക് ആ അഭിമാനബോധം നമ്മളെത്തി ഇല്ല. നമ്മൾ ഭയങ്കര പ്രശ്നം, നമുക്ക് ഒത്തിരി പരാതിയുണ്ട്. ദൈവം ശരിയല്ല. ഇതാണ് അനുദിനം. നമുക്ക് അനുദിനപ്പെട്ടിട്ട് ദൈവത്തെ ഹൃദയത്തിൽ എക്സേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആരാധനയ്ക്ക് നിൽക്കുന്ന സമയത്ത്, പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലാണ് ആ ധൂപം ഉയരുന്നത്. നമ്മളിവിടെ ധൂപപ്രാർത്ഥന നമ്മൾ തകർത്തങ്ങ് പാടും, ഒരു പ്രശ്നമില്ല, തുടങ്ങി കിട്ടിയാൽ നമ്മള് ബാക്കി. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയം ത്രോണോസ് ആണോ ലാസറിന്റെ കുഴിമാടാണോ? ലാസറിന്റെ കുഴിമാടായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒത്തിരി പരാതി, ദൈവം ശരിയല്ലെന്നുള്ളതാണ് ചിന്ത. പക്ഷെ നമ്മൾ ആ കല്ല് അടച്ചു വെച്ചിട്ട് നമ്മളിവിടെ ഇല്ലാതെല്ലാം പാടി പുകഴ്ത്തി ദൈവത്തെ അനുഭവിച്ചാൽ മഷികായ ധരിച്ചവര് സ്ലീകായി കിടക്കുന്നവരുമായി പിതാക്കന്മാരെങ്കിൽ പാട്ടൊക്കെ ചുമ്മാ ഒരു ബോധമില്ലാതാക്കുമ്പോൾ നമുക്കത് പ്രശ്നമല്ല, നമ്മൾ പാടും. പക്ഷെ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഹൃദയം ലാസറിന്റെ കല്ല് പോലെ ഇരിക്കുന്നു. പക്ഷെ അത് ത്രോണോസായി മാറണം. അതാണ് പത്രോസിനെ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ദൈവത്തെ പൂജിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ ധൂപം ഉയർന്നു വരട്ടെ. ധൂപപ്രാർത്ഥന നടന്ന സമയത്ത് നമ്മുടെ ഹൃദയം ശരിക്കും ആ ധൂപത്താൽ നിറയട്ടെ. ധൂപം നടത്തിയ ആലയത്തിൽ യേശുവ കണ്ട കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കട്ടെ. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയാണ്. അതാണ് എബ്രായ ലേഖനം ഓപ്പൺ ചെയ്ത് പറയുന്നത്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു. സകലത്തെയും മുഴുവൻ യൂണിവേഴ്സിനെയും അകത്തിയാണ് വഹിക്കുന്നത്. അതാണ് ആ മുഖകുറ്റി വാഴ്ത്തുന്ന സമയത്ത് നമ്മൾ ചെറുകിനെ മുഴുവൻ പ്രപഞ്ചവുമാണ് ആ ജലിക്കുന്ന കടലും. ഇതെല്ലാം വലിയ തീ പിടിച്ച് തിളയ്ക്കുന്ന സാധനമാണെന്ന് ശാസ്ത്രം പറയുന്നത്. പ്രതീകാത്മകമായിട്ട് തീ പിടിച്ച് തിളയ്ക്കുന്ന ആ സാധനം ആ ചങ്ങല കൊണ്ട് പിടിച്ച് ഇങ്ങനെ
ഹോൾ ടുഗദർ. സകലത്തെയും തന്നെ ശക്തിയുള്ള വളർത്താൽ ഹോൾ ടുഗദർ ചെയ്ത പുത്രൻ തമ്പുരാനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ പുത്രൻ തമ്പുരാനാണ് അടുത്ത വെള്ളിയാഴ്ച മത്സരിക്കുന്നത്, വെള്ളിയാഴ്ച ശുശ്രൂഷിക്കുന്നു. ആ മരക്കുരിശ് ആടുകളേക്കുന്നു നമ്മുടെ അജ്ഞത വിളിച്ചു. അവിടെയാണ് ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. പൗലോസിനെ അത് പറയുന്നുണ്ട്. തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പൊ കുരിശിൽ കാണുന്ന എന്താണ്? മനുഷ്യന്റെ അജ്ഞതയും. അപ്പൊ അതിന് ആന്റിഡോട്ടായിട്ടാണ് പൗലോസിലെ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഇവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കും. നോമ്പ് സാർത്ഥകമായി തീരട്ടെ. വിശുദ്ധ വാരം പീഡാനുഭവത്തിന്റെയും കർത്താനുഭവത്തിന്റെയും ഈ ആഴ്ച കൂടുതൽ അർത്ഥപൂർണമായി തീരട്ടെ. കുരിശിൽ സകലത്തെയും ചമച്ചവൻ, സകലത്തെയും സംവഹിക്കുന്നവൻ, സകലത്തെയും താങ്ങി നിർത്തുന്നവൻ കുരിശിൽ മരിക്കുന്നത് നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയിരിക്കട്ടെ. ഹൃദയങ്ങൾ ത്രോണോസായി മാറട്ടെ. അത് വെറും ഒരു ലാസറിന്റെ കല്ലറയായി മാറാതെ ആ കല്ലുകൾ ഉരുട്ടി മാറ്റാം. എല്ലും മാലിന്യം ഒക്കെ ജീവൻ വെച്ച് അവിടെ വെടിപ്പാകട്ടെ. സുഗന്ധപൂർവ്വമുള്ള ഒരു ത്രോണോസായി ഹൃദയം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സെഷനിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.